അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റിങ്ങുള്ള ദിവസമാണ് കേട്ടോ. അപ്പം രാവിലെ എണീറ്റ് വരാന്തയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ക്യാമറയിൽ എനിക്ക് അത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. അങ്ങനെ എണീറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന ആ ഒരു ടൈം ആയപ്പോഴാണ് ഇത് കാണുന്നത്. ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിൻ്റെ മുന്നേക്ക്, പക്ഷേ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് അത്രയും പോർഷനാണ്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ റൂമിൽ നിന്ന് താഴെ ബാഗെല്ലാം എടുത്തിട്ട് താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളെ മെസ്സ് ഇത് അവിടെ പുറത്താണ്. അപ്പം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മെസ്സിൽ വന്നതായിരുന്നു. അങ്ങനെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ഉച്ചക്ക് കൊണ്ടുപോകാനുള്ള ഫുഡാണ് കേട്ടോ. അത് ബീട്രൂട്ട് റൈസാണിത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൻ്റെ പുറത്ത് വന്നതാണ്. അപ്പം ഹോസ്റ്റലിൻ്റെ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൻ്റെ ഗ്രൗണ്ട് തന്നെയാണ്. കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം ബസ് നിൽക്കുന്ന അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോളേജിൻ്റെ ബസ് തന്നെ ഞങ്ങൾക്ക് പോസ്റ്റിങ്ങിന് പോകാനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പോകാനും വരാനൊക്കെ. അങ്ങനെ ഇതാ ബസ് നിർത്തിയിട്ട് കാണുന്നില്ല. അതിൻ്റെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ബാക്കിയുള്ളവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഒരു സൈഡിൽ അമ്പലമാണ്, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. തമിഴ്നാട് സ്റ്റൈലിൽ ഈ അമ്പലം അവിടെ പറയൽ കോവിൽ എന്നൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്ന് ബസ് ഞങ്ങൾ മെയിനായിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി. കാരണം അവിടെ നിന്നാണ് ബോയ്സ് ഹോസ്റ്റലിനുള്ള ബോയ്സൊക്കെ കയറുക. പിന്നെ അവിടുന്ന് ഞങ്ങൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കണം. അപ്പം എനിക്ക് പോസ്റ്റിംഗ് ഉള്ളത് ഈ റോഡാണ്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇയറിലും 3 മാസത്തെ നമ്മൾ ട്രെയിനിങ് ആണ്. കോളേജും ഈറോഡ്, അതായത് ഈറോഡിലാണ് ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പം കോളേജും ഈറോഡും 1.5 മണിക്കൂർ ദൂരം ഉള്ളതുകൊണ്ട് രാവിലെ നല്ല ഉറക്കം വരും. പക്ഷേ ഉറങ്ങാണ്ടിരിക്കാൻ ഞാൻ പരമാവധി ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഇറക്കി തന്ന അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കെയർ 24 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം. അങ്ങനെ അവിടുന്ന് മേലെ എൻ്റെ റൂമുണ്ട്, എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മേലെന്ന് താഴെയും വരണം, മേലെയും കയറണം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഭയങ്കര കാലുവേദന കേട്ടോ ഓരോ ദിവസവും കഴിഞ്ഞ് വരുമ്പോൾ. അങ്ങനെ ഞാനിതാ എൻ്റെ വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ രാവിലെ തന്നെ റൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ റൗണ്ട്സിന് പോയി പേഷ്യൻസിനെയൊക്കെ കണ്ട് വന്നിട്ട് അവരെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ റൗണ്ട്സിന് പോകുമ്പോഴൊക്കെ നമ്മൾ പേഷ്യൻസിൻ്റെ പ്രൈവസിയും കൂടെ മനസ്സിട്ട് ആ ടൈമിലൊന്നും ഞാൻ ഇത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനും പാടില്ലാണ്. പിന്നെ ഒരു 11:30 ആയ ടൈമിൽ ഞാൻ കോഫി കുടിക്കാൻ നിന്നു. കാരണം നല്ല വിശപ്പുണ്ട്. രാവിലെ 7 മണിക്ക് കഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇതുണ്ടായിരുന്നു. കോഫി കുടിക്കാൻ വിചാരിച്ച് പോയത്. പക്ഷേ എൻ്റെ മൈൻഡ് മാറി ഞാൻ പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പം എനിക്ക് ലഞ്ച് ബ്രേക്ക് വരുന്നത്. ലഞ്ച് ബ്രേക്കിന് ശേഷം ആൻജിയോ ആണ് വരുന്നത്. ആൻജിയോ കാത്ത് ലാബുമാണ് ഡ്യൂട്ടി. അപ്പം ഫോൺ തീരെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ അത്ര വലിയ വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ ആണ്. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെയും ഡ്യൂട്ടിക്ക് കയറി. അതിന് ശേഷമാണ് ഞാൻ ലഞ്ച് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ലഞ്ച് ബീട്രൂട്ട് പിന്നെ അച്ചാർ, ഞാൻ എടുത്തിട്ടുള്ള അച്ചാറാണ്. പിന്നെ എന്തോ ഒരു മുറുക്ക് അത് റൂമിൽ എടുത്തതാണ്. പിന്നെ കഴിഞ്ഞതിന് ശേഷം വിഷമമര്യാദക്ക് മാറിയിട്ടൊന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതുപോലെ കുറച്ച് വേഫറും കുറച്ച് മിഠായിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കാത്ത് ലാബിൽ. അപ്പോൾ ഫോൺ എനിക്ക് അലൗഡ് അല്ലാത്തതുകൊണ്ട്, ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിപ്പം 4 മണി ആയിട്ടുണ്ട്, എൻ്റെ ബസ് വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പം എനിക്ക് കാത്ത് ലാബിൽ നിന്ന് ഞാൻ ഉള്ളിലായപ്പോൾ സമയം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓടിപ്പോണത്. കാരണം കൂടുതലുള്ളവരൊക്കെ ബസ് വെയിറ്റ് ചെയ്യുന്ന അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ലേറ്റായോ എന്താ അവസ്ഥ എന്നല്ല, ഇപ്പം പോവുകയാണ്. അങ്ങനെ ഇപ്പം ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ, ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിൽ കുറേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പോസ്റ്റിംഗ് പോകുന്നതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ബസ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടുന്ന് എനിക്ക് ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അതായത് കക്കരി, ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ. പിന്നെ കക്കരി, ക്യാരറ്റ് വെജിറ്റബിൾസാണ്. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. അപ്പം ഇവിടെ ഒരു പച്ചക്കറി കട കണ്ടപ്പോൾ അവിടുന്ന് ഞാൻ ക്യാരറ്റും കുറച്ച് പേരയ്ക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബസ് വന്ന് ബസ്സിൽ കയറി. നല്ല ഉറക്കം വരുന്നുണ്ട്, ഭയങ്കര ടയേർഡാണ്.
പക്ഷേ കുറച്ച് നേരം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു ബസ്. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ ഇതാ ഇറങ്ങിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോസ്റ്റലിൽ എത്തി. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയപ്പോൾ മെസ്സിലുണ്ടായിരുന്നു 2 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ചായയും പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രഷായി ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഒരു ക്ലിപ്പാണ്, കാരണം എനിക്ക് റൂമിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ബാക്കിയുള്ള റൂംമേറ്റ്സിൻ്റെ പ്രൈവസി മാനിച്ചുകൊണ്ടും പിന്നെ മെസ്സിക്ക് എനിക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ടും ഇത്രയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റലാകുമ്പോൾ അറിയാമല്ലോ, കുറച്ച് അവരുടേതായ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക.